സ്വാഗതം പ്രിയപ്പെട്ടവരെ. ജ്യോതിഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ വീണ്ടും ഒരു ആത്മീയ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൂരം നക്ഷത്രക്കാരുടെ 2026 വാർഷിക ഫലത്തെക്കുറിച്ചാണ്. ധൈര്യം, ആത്മവിശ്വാസം, മറ്റുള്ളവരെ നയിക്കുന്ന കഴിവ്, ഉള്ളിൽ കത്തുന്ന അഗ്നി സ്വഭാവം, ഇവയെല്ലാം പൂര നക്ഷത്രത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും ന്യായത്തിന് വേണ്ടി പോരാടുന്നവരുമാണ് പൂരം നക്ഷത്രക്കാർ. 2026 എന്ന വർഷം പൂരം നക്ഷത്രക്കാർക്ക് ജീവിതം പുതിയൊരു ദിശയിലേക്ക് തിരിയുന്ന വളരെ ശക്തമായ ഒരു കാലഘട്ടമായിരിക്കും. എങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് എന്തെല്ലാം നൽകും? ഉയർച്ചയോ, പരീക്ഷണമോ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ? ഇപ്പോൾ വിശദമായി നമുക്ക് നോക്കാം. 2026 വർഷത്തിൻ്റെ സമഗ്ര അവലോകനം. 2026 പൂരം നക്ഷത്രക്കാർക്ക് ആത്മപരിശോധനയും ധൈര്യപൂർവമായ മുന്നേറ്റവും ഒരുമിച്ച് വരുന്നൊരു വർഷമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പതിയെ മോചനം ലഭിക്കും. എന്നാൽ ജീവിതം നിങ്ങളോട് ചില കഠിന തീരുമാനങ്ങൾ ആവശ്യപ്പെടും. ശരിയായ തീരുമാനമെടുത്താൽ വലിയ ഉയർച്ച നിങ്ങൾക്ക് ഉറപ്പാണ്. ഈ വർഷം നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ വില, ക്ഷമയുടെ ശക്തി, ധൈര്യവും വിവേകവും കൂടിച്ചേർന്നാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. തൊഴിൽ ആൻഡ് കരിയർ ഫലം. ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ 2022 ജോലി മേഖലയിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കാം. ചിലർക്ക് ജോലി തന്നെ മാറേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. നിങ്ങളെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് അനുകൂലമായ ചില മേഖലകളും ഇവിടെ പറയുന്നു. സർക്കാർ സേവനം, പോലീസ് അല്ലെങ്കിൽ ഡിഫൻസ്, മാനേജ്മെൻറ്റ്, ടീച്ചിങ് ആൻഡ് ഹെൽത്ത് സെക്ടർ. ഇനി നിങ്ങൾക്ക് പ്രമോഷനും അംഗീകാരവും ലഭിക്കുന്ന ഏതൊക്കെ മാസങ്ങളിലാണെന്ന് നോക്കാം. ജൂൺ മുതൽ നവംബർ വരെയും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വളരെയേറെ അംഗീകാരം ലഭിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ കൂടിയുണ്ട്. പെട്ടെന്നുണ്ടാവുന്ന കോപം നിങ്ങൾ നിയന്ത്രിക്കുക. വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക. ഒരൊറ്റ വികാരപ്രകടനം നിങ്ങളുടെ നേട്ടം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. ബിസിനസ് ആൻഡ് സ്വയം തൊഴിൽ. 2026 പൂരം നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ വിപുലീകരണത്തിൻ്റെ വർഷമാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം, മാർക്കറ്റിൽ വർധനവുണ്ടാകും. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങൾക്ക് വളർച്ചയുണ്ടാകും. നിങ്ങൾക്ക് അനുകൂലമായ ചില മേഖലകൾ ഭക്ഷ്യ വ്യവസായം, ഫാഷൻ അല്ലെങ്കിൽ ബൊട്ടീക്ക്, റിയൽ എസ്റ്റേറ്റ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, സർവീസ് ബിസിനസ് എന്നിവയാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ ഒരു വ്യക്തത അനിവാര്യമാണ്. നിയമകാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. സാമ്പത്തിക ഫലം. 2026 സാമ്പത്തികമായി പതുക്കെ ഉയരുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമുണ്ടാകും. അതേപോലെ തന്നെ സൈഡ് ഇൻകത്തിനും അവസരങ്ങളുണ്ടാകും. സ്ത്രീകൾക്ക് സ്വയം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള യോഗവും ഈ വർഷം കാണുന്നു. ചിലവുകൾ. കുടുംബ ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുമായി വളരെയധികം ചിലവാക്കേണ്ടി വരും. ആരോഗ്യ സംബന്ധമായ ചിലവുകളും പിന്നോട്ടല്ല. ഇനി നിങ്ങൾക്ക് സ്വർണത്തിലോ ഭൂമിയിലോ അല്ലെങ്കിൽ ദീർഘകാല സേവിങ്സിലോ ഒക്കെയായി നിക്ഷേപങ്ങൾക്ക് 2026 വളരെ അനുയോജ്യമാണ്. പെട്ടെന്നുള്ള ചില തീരുമാനങ്ങളും പെട്ടെന്ന് പണം നിക്ഷേപിക്കുന്ന പ്രവണതയുമൊക്കെ ഈ 2026 നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കുടുംബ ബന്ധം. 2026 പൂരം നക്ഷത്രക്കാർക്ക് ബന്ധങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. കുടുംബത്തിൽ നിങ്ങളുടെ അഭിപ്രായം ശക്തമായി തന്നെ നിലനിൽക്കും. എന്നാൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് ഈഗോ മൂലം നിങ്ങളുടെ ഇടയിൽ ഒരു ദൂരവ്യാപ്തി ഉണ്ടാകും. നിങ്ങൾക്കുള്ള പരിഹാരവും കൂടി ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ശാന്തമായി സംസാരിക്കുക. നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് മുന്നേ ഒരു വട്ടം ചിന്തിക്കുക. ഇനി അവിവാഹിതരുടെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രണയബന്ധം വിവാഹത്തിലേക്ക് മാറാനുള്ള യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൻ്റെ സമ്മതം ലഭിക്കാൻ നിങ്ങൾക്ക് ഒരല്പം താമസമുണ്ടാകും. എങ്കിലും നിങ്ങളുടെ ബന്ധം ശക്തമായി തന്നെ തുടരും. ആരോഗ്യഫലം. 2026 ആരോഗ്യപരമായി വളരെയേറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു വർഷമാണ്.
നിങ്ങൾക്ക് സാധ്യമാകുന്ന ചില പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ്: അഗ്നിസംബന്ധമായ രോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, തലവേദന, ഉറക്കക്കുറവ്. ഇതിനൊക്കെയുള്ള കാരണം നിങ്ങളുടെ അമിതമായ ചിന്തകളും മാനസിക സമ്മർദ്ദവും തന്നെയാണ്. നിങ്ങൾ നിർബന്ധമായും യോഗയോ ധ്യാനമോ ചെയ്യുക. മസാല അല്ലെങ്കിൽ എണ്ണ ഇവയൊക്കെ കുറയ്ക്കുക. വെള്ളം കൂടുതൽ കുടിക്കുക. വിദ്യാഭ്യാസവും പഠനവും. വിദ്യാർത്ഥികൾക്ക് മത്സരാത്മക പരീക്ഷണങ്ങൾക്ക് ഇത് നല്ല സമയമാണ്. കഠിനാധ്വാനം നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് അനുകൂലമായ മേഖലകൾ മെഡിക്കൽ, നഴ്സിംഗ്, ഡിഫൻസ്, ഗവേഷണം ഇവയൊക്കെയാണ്. വികാരപരമായ പ്രശ്നങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പഠനത്തെ ബാധിക്കരുത്. യാത്ര. ജോലി സംബന്ധമായ യാത്രകൾ നിങ്ങൾ 2026 നടത്തേണ്ടി വരും. കുടുംബസഹിതമായും യാത്രകൾക്ക് അവസരം കാണുന്നു. വിദേശയാത്ര പോകാനും നിങ്ങൾക്ക് ഈ വർഷം യോഗമുണ്ട്. അത് വർഷത്തിൻ്റെ അവസാനമായിരിക്കും. യാത്രയിൽ നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മാസം പ്രതിയുള്ള ഒരു ക്വിക്ക് സമ്മറി നോക്കാം. ജനുവരി മുതൽ ഫെബ്രുവരി വരെ ആശയക്കുഴപ്പങ്ങളും തീരുമാനങ്ങളുമായിരിക്കും നിങ്ങളെ അലട്ടാൻ പോകുന്നത്. മാർച്ച് മുതൽ ഏപ്രിൽ വരെ നിങ്ങൾക്ക് പുതിയ ജോലി അവസരങ്ങൾ തേടിയെത്തും. മെയ് മുതൽ ജൂൺ വരെ നിങ്ങളുടെ സാമ്പത്തികത്തിൽ മെച്ചം ഉണ്ടാകും. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങളുടെ ബന്ധങ്ങളിൽ പരീക്ഷണം നിങ്ങൾ നേരിടേണ്ടി വരും. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ സാമ്പത്തികമായും മാനസികപരമായും നിങ്ങളൊരു സ്ഥിരത കൈവരിക്കും. നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസവും നേട്ടവും ഉണ്ടാകും. 2026 കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസ് കൂടെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾ ഹനുമാൻ പ്രാർത്ഥിക്കുക. ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ദാനം നൽകുക. പെട്ടെന്നുള്ള കോപം നിയന്ത്രിക്കാൻ ധ്യാനിക്കുക. അഗ്നിദോഷ ശാന്തിക്ക് സൂര്യ നമസ്കാരം ചെയ്യുക. ധൈര്യവും ക്ഷമയുമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോൽ. പ്രിയപ്പെട്ട പൂരം നക്ഷത്രക്കാരെ, 2026 നിങ്ങളെ ശക്തരാക്കും. പക്ഷേ ആദ്യം നിങ്ങളെ പരീക്ഷിക്കും. വികാരം നിയന്ത്രിച്ച് വിവേകത്തോടെ മുന്നേറിയാൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ അധ്യായമാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം അടുത്തൊരു നക്ഷത്രഫലവുമായി. ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.